ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ ഇന്ന് നമ്മുടെ ലാലേട്ടന് പ്രിയപ്പെട്ട ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ആദ്യം പ്രത്യേകിച്ച് പേരൊന്നുമില്ല അതിന്. നമ്മൾ ആദ്യം വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടത് 2 ഏത്തപ്പഴം ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. 2 പഴുത്ത ഏത്തപ്പഴം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിലോ വട്ടത്തിലോ നിങ്ങളുടെ ഇഷ്ടം, അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര ചെരുക്കിയതും കുറച്ച് തേങ്ങയും കൂടെയാണ് വേണ്ടത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു സിമ്പിൾ ഡിഷാണ് ഇത്. പിന്നെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വീട്ടിൽ എനിക്ക് അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇതായിരുന്നു, ഏത്തപ്പഴവും ശർക്കരയും ഇതും കൂടെ മിക്സ് ചെയ്ത്. പക്ഷേ ലാലേട്ടൻ അത് പുതിയൊരു വേർഷനിൽ നമ്മുടെ മുന്നേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാനൊരാഗ്രഹം. ഇതിലോട്ട് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഏത്തപ്പഴം മൂത്ത് വന്നപ്പോൾ ഇതെല്ലാം കൂടെ, ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഇത് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഇത് മുരിയിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ ശർക്കര ഇതിലിട്ടേക്കാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ഒന്ന് കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ടിടാം. നമ്മളിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം നമുക്ക് വാനില ആയിരിക്കും കുറച്ചുകൂടെ പ്ലെയിൻ ഫ്ലേവർ കിട്ടുന്നത്. എൻ്റെ വാനില അല്ല, നമുക്കിപ്പോൾ ബട്ടർ സ്കോച്ചാണ് ഉണ്ടായിരുന്നത്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ വെച്ച മിക്സും അതിൽ ഡിപ്പ് ചെയ്യാൻ പാകത്തിന് ഐസ്ക്രീമും കൂടെ ഉണ്ടായി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. മധുരം കൂടുതൽ